ഇന്ന് വലിയൊരു വിഭാഗം സ്ത്രീകൾ ചെയ്യുന്നൊരു ബിസിനസ്സാണ് ഓൺലൈൻ വഴി ഉദ്ദേശിക്കുമ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഡ്രസ്സുകൾ സെല്ല് ചെയ്യുക എന്നുള്ളത്. പക്ഷേ അതിനകത്തൊരു 90% ആളുകളും സ്ഥിരമായിട്ട് സ്റ്റാറ്റസും സ്റ്റോറിയും ഒക്കെ ഷെയർ ചെയ്യുന്നല്ലാതെ അതിങ്ങനെ ബൾക്കായിട്ട് ചെയ്യും. പക്ഷേ മാസത്തിൽ ഒന്നോ രണ്ടോ ബിസിനസ്സൊക്കെയാണ് വരിക. അപ്പോൾ എങ്ങനെയാണ് അതിലൂടെ ബിസിനസ് ഉണ്ടാക്കുക എന്നുള്ളൊരു 3 കാര്യങ്ങൾ ഇന്ന് നമുക്ക് സംസാരിക്കാം. ഞാൻ പറയുന്നത് ഒത്തിരി സമയം അതിന് ചിലവഴിക്കുന്നുണ്ട്, പക്ഷേ മാസത്തിലാകെ ഒരു ഒന്നോ രണ്ടോ, അതുപോലെ ചെറിയൊരു മാർജിൻ 100 രൂപ 200 രൂപ ഒക്കെ മാർജിന് കിട്ടുന്നുള്ളൂ. അങ്ങനെ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്, നിങ്ങളത് റിലേറ്റബിൾ ആയിരിക്കാം. പക്ഷേ ആ രീതിയിൽ ചെയ്തുകൊണ്ട് നമ്മുടെ സമയവും നഷ്ടമല്ലാതെ നമുക്കൊരു ബെനിഫിറ്റും പ്രത്യേകിച്ച് കിട്ടുന്നില്ല. 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ കുറേയൊക്കെ മാറ്റം വരുത്താം. ഒന്ന്, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസും സ്റ്റോറിയും കാണുന്ന ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം പരമാവധി ആളുകളിലേക്ക് ഇത് എത്തണമെങ്കിൽ കിട്ടാവുന്നതിൽ മാക്സിമം നമ്പേഴ്സ് നമ്മൾ സേവ് ചെയ്ത് വെക്കുകയും നമ്മുടെ നമ്പർ അവരെ കൊണ്ട് സേവ് ചെയ്ത് വെപ്പിക്കുകയും വേണം. അപ്പോഴാണ് കൂടുതൽ ആളുകൾ നമ്മുടെ പ്രൊഡക്റ്റ് വിസിബിൾ ആവുക. നിർബന്ധമായിട്ട് അത് ചെയ്യണം. അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും നിരന്തരം ഫോളോവേഴ്സിനെ കൂട്ടുവാൻ വേണ്ടിയിട്ടുള്ള പണിയെടുത്തുകൊണ്ടിരിക്കും. കണ്ടൻറ്റ് കറക്റ്റായിട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് വെറും സ്റ്റാറ്റസും സ്റ്റോറി വെക്കുന്ന അപ്പുറത്തേക്ക് ഡ്രസ് റിലേറ്റഡ് ആയ കണ്ടൻറ്റ് കൂടി കൊടുക്കാൻ നമുക്ക് ഇനി വീഡിയോ വരാൻ പറ്റില്ല, വോയിസിൽ വന്നിട്ട് പറഞ്ഞാലും മതി, കുഴപ്പമില്ല. വോയിസ് ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് ഈ ഡ്രസ്സിൻ്റെ പ്രത്യേകത, ഡ്രസ്സ് വാങ്ങുമ്പോൾ കാണിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുത്തി വെറുതെ റീൽസ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാലും ഫോളോവേഴ്സ് കയറിക്കൊണ്ടേയിരിക്കും. രണ്ടാമത്തെ കാര്യം ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിലൊരു വിശ്വാസം വരുത്തുക. കാരണം ഓൺലൈനിൽ ധാരാളം രീതിയിൽ പൈസ പറ്റിക്കപ്പെടുന്ന സമയമാണ്. അവിടെ ടെസ്റ്റിമോണിയൽസ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഒരിക്കൽ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് സാറ്റിസ്ഫൈ ചെയ്ത കസ്റ്റമറെ കൊണ്ട് അവരുടെ വോയിസിലോ അല്ലെങ്കിൽ വീഡിയോയിലോ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു സാധനം വാങ്ങിയിരുന്നു, ഭയങ്കര നല്ല ക്വാളിറ്റിയാണ്, അത് ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയിപ്പിക്കുക. അത് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒരു ട്രസ്റ്റ് ബിൽഡപ്പും ഇതിനെ നമ്മൾ നന്നായിട്ട് സഹായിക്കും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ. 3, നമ്മൾ സെല്ല് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ പറ്റി നമുക്ക് വ്യക്തമായ നോളജ് ഉണ്ടാവുക എന്നുള്ളതാണ്. പലപ്പോഴും ആരോ ഷെയർ ചെയ്യുന്ന സാധനം എടുത്ത് നമ്മൾ സ്റ്റാറ്റസും സ്റ്റോറിയും വെക്കും. ഒരു കസ്റ്റമർ എൻക്വയറി സമയത്ത് അത് എന്ത് ക്ലോത്ത് ആണെന്നോ അതിനെപ്പറ്റി ഒരു ഐഡിയ നമുക്കുണ്ടാവില്ല. പിന്നെ എങ്ങനെ നമുക്കത് കൺവിൻസ് ചെയ്ത് സെയിലാക്കാൻ വേണ്ടി കഴിയും? ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് നല്ല നോളജ് നമുക്ക് ആ മേഖലയിൽ വേണം. ഇങ്ങനെ 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് ചെയ്യാം. അതുമാത്രമല്ല ധാരാളം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ എടുക്കുന്ന ഒരു സമയം എഫർട്ടും തന്നെ അതിന് ആവശ്യമുള്ളൂ. പക്ഷേ പഠിച്ച് ചെയ്യാൻ തയ്യാറാവുക. നിങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ടൊക്കെ അതിൽ വേണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ. നമുക്കിതുപോലെയുള്ള ഫ്രീ സെഷൻസ് തന്നെയുണ്ട്. ഇനി പെയ്ഡ് അല്ലാതെ തന്നെ ഫ്രീ സെഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, ഓരോ സെപ്പറേറ്റ് സെഗ്മെൻറ്റിനെ വിജയിപ്പിക്കാൻ വേണ്ടി.